വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. നീ ആരെ വിശ്വസിക്കുന്നു എന്നൊരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന വിഷയം. ഒരിക്കൽ ഒരു കുട്ടിക്കഥയാണ് ഈ ഹോജ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ വീട്ടിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ശിഷ്യന്മാർ അദ്ദേഹത്തെ കാണാൻ വരും. അപ്പോൾ അദ്ദേഹത്തിനൊരു കഴുത സ്വന്തമായിട്ടുണ്ടായിരുന്നു, നല്ല ഒരു കഴുത. ഈ കഴുതയെ അദ്ദേഹം പലയിടത്തും കൊണ്ടുവരും, സാധനങ്ങൾ കയറ്റാൻ കൊണ്ടുവരും. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഈ കഴുതയെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി ഹോജയുടെ അടുക്കൽ ചോദിക്കണം എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തുകയാണ്. അദ്ദേഹം ഹോജയെ കാണാൻ വന്നിട്ട് ഹോജയോട് പറഞ്ഞു, ഗുരു സാർ, അങ്ങയുടെ ആ കൊള്ളാവുന്ന കഴുതയെ എനിക്കൊന്ന് തരണം, എനിക്കൊരു അത്യാവശ്യമുണ്ട്, അത് കഴിഞ്ഞ് തിരിച്ചു തരാം. എന്നാൽ നമ്മളുടെ സാറിന് ഇദ്ദേഹത്തിന് ഈ കഴുതയെ കൊടുക്കണം എന്നൊരാഗ്രഹമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എടാ നിനക്ക് ഞാൻ തന്നേനെ, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇന്ന് രാവിലെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് വന്ന് ഈ കഴുതയും കൊണ്ട് പോയി, അല്ലായിരുന്നെങ്കിൽ നിനക്ക് തന്നേനെ, ഇനി വേറൊരു പ്രാവശ്യം ആകട്ടെ നിനക്ക് തരാം. ഇദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കഴുത ഇദ്ദേഹത്തിൻ്റെ വീട്ടിനകത്ത് നിന്ന് വലിയ ശബ്ദത്തിൽ കരഞ്ഞു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഏയ് ഗുരു അങ്ങ് ചുമ്മാ പറയുന്നതാണ്, നോക്കിക്കേ കഴുത അകത്ത് കരയുന്നു. അപ്പോൾ ഗുരു അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, നിനക്ക് ആരെയാണോടാ വിശ്വാസം, ഞാൻ പറയുന്നതാണോ നീ വിശ്വസിക്കുന്നത്, അതോ കഴുത പറയുന്നതാണോ? പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതിനകത്ത് ഈ ഗുരു ഒരു ചെറിയ കള്ളം പറയുകയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് ആധ്യാത്മികതയിൽ സംഭവിക്കുന്ന ഒരു അബദ്ധമാണ്. നമ്മൾ പലപ്പോഴും കഴുതകൾ പറയുന്നത് വിശ്വസിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ജീവിതം ഒന്ന് മുഴുവൻ പരിശോധിച്ച് നോക്കുക. നമ്മളുടെ പല വിശ്വാസങ്ങളും ഏതോ മനുഷ്യർ നമ്മളോട് പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചത് തന്നെയാണ്. ജനിച്ച ഉടനെ കുറേ വിശ്വാസങ്ങളുമായിട്ട് വന്നവരൊന്നുമല്ല നമ്മൾ. ആരൊക്കെയോ വളരെ കേമത്വത്തോടെ നമ്മളെ വിശ്വസിപ്പിച്ചു, അതെല്ലാം നമ്മൾ ഇന്ന് വിശ്വസിച്ചേക്കുക. നമുക്കിന്ന് കാണാൻ സാധിക്കും, ഹവ്വ ഇതുപോലൊരു കഴുതയുടെ പിശാചിൻ്റെ വാക്ക് വിശ്വസിച്ചത് നിമിത്തം ഹവ്വയുടെ ജീവിതത്തിൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഹവ്വയുടെ കുടുംബത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ദൈവം വ്യക്തമായി പറഞ്ഞതാണ്, നിങ്ങളത് എടുക്കരുത്. എന്നാൽ അതിനകത്ത് ഒരു കഴുതയിരുന്ന് അമറി. പിശാച് വന്ന് ഹവ്വയെ പ്രലോഭിപ്പിച്ചു. വേറെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ പിശാചിനെ വിശ്വസിക്കുവാൻ ഹവ്വ തയ്യാറാവുകയാണ്. വീണ്ടും നമ്മൾ ബൈബിളിൽ മുഴുവൻ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ദൈവത്തെ വിശ്വസിച്ച് മുന്നിട്ടിറങ്ങിയ എല്ലാ മനുഷ്യരോടും ദൈവം പറയുന്നതിന് വിപരീതമായി ചില കാര്യങ്ങൾ പറഞ്ഞ മനുഷ്യരെയും കഴുതകളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, മോശയുടെ ജീവിതത്തിലാകട്ടെ, അബ്രഹാമിൻ്റെ ജീവിതത്തിലാകട്ടെ, ആരുടെ ജീവിതത്തിലാണെങ്കിലും ദൈവം പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി പല കാര്യങ്ങളും പറയുന്നവരെ നമ്മൾ കാണുകയാണ്. യാക്കോബിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന യാക്കോബിൻ്റെയും ഏസാവിൻ്റെയും കാര്യം നമ്മൾ നോക്കുക. യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞതാണ്, യാക്കോബ് ഇതാ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാൽ, ദൈവത്തിൻ്റെ പ്രത്യേക വാഗ്ദാനത്താൽ ദൈവകൃപയുടെ അനന്തര അവകാശിയായി തീരുമെന്ന് ദൈവം പറഞ്ഞതാണ്. അതിനകത്ത് യാക്കോബിൻ്റെ അമ്മ തൻ്റെ മാനുഷികമായ ചിന്തകളും മാനുഷികമായ സൂത്രങ്ങളും ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഒരു കാര്യവുമില്ലായിരുന്നു. ദൈവം ഇടപെടുമായിരുന്നു. കാരണം ദൈവം പറഞ്ഞ വാക്ക എന്ത്? യാക്കോബാണ് കൃപയുടെ അവകാശി.
അവർ കള്ളത്തരം ഒന്നും കാണിച്ചില്ലായിരുന്നെങ്കിലും ഒരു പായസ സൂത്രവും എടുക്കണ്ടായിരുന്നു, ഒരു രോമക്കെട്ടും ഉണ്ടാക്കണ്ടായിരുന്നു, ഒന്നും ചെയ്യണ്ടായിരുന്നു. യാക്കോബിനെ കൊണ്ട് ഒരു കള്ളവും ചെയ്യിക്കണ്ടായിരുന്നു. ദൈവം പറഞ്ഞ വാക്കാണ്, അത് നടന്നിരിക്കും. ദൈവം നൽകിയ പ്രവചനമാണ്, അത് നടന്നിരിക്കും. എന്നാൽ അവിടെ മനുഷ്യന്റെ വാക്ക്, അഥവാ മനുഷ്യരുടെ ഉള്ളിൽ പിശാച് പറഞ്ഞ കഴുതയുടെ ശബ്ദം കേട്ടിട്ട് അത് സത്യമാണെന്ന് വിശ്വസിച്ച് ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ അതിന് പ്രാധാന്യം കൊടുക്കുന്ന സംഭവം നമ്മൾ കാണുകയാണ്. അതുകൊണ്ടല്ലേ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു ചതിയൻ്റെ ഇമേജ് ഉണ്ടായത്. ദൈവം പറഞ്ഞത് നടപ്പിലാകുമെന്ന് ഉറപ്പ് വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരു ചതിവും കാണിക്കേണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ എത്തി നോക്കുക, ഓരോ ദൈവ മനുഷ്യൻ്റെ ജീവിതത്തിലും അവൻ്റെ ജീവിതത്തിൽ ദൈവിക പദ്ധതി നടപ്പിലാകുന്നതിന് സ്വല്പം മുമ്പ് പിശാച് എന്തെങ്കിലും വന്ന് പറഞ്ഞ് അവനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയോ അവൻ്റെ സ്പീഡ് കൂട്ടാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അവനെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മോശയുടെ ജീവിതത്തിൽ ദൈവം ഹൃദയത്തിൽ നൽകിയൊരു ബോധ്യമാണ്, ഈ ജനത്തെ നയിക്കുവാനുള്ളവനാണ് താൻ. എന്നാൽ നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. അവൻ മാനുഷിക മാർഗങ്ങൾ ആദ്യം ഉപയോഗിക്കുവാൻ നോക്കുകയാണ്. മാനുഷിക മാർഗങ്ങൾ ഉപയോഗിക്കുവാനായി അവൻ്റെ ഉള്ളിൽ ശബ്ദിച്ചത് ആരായിരിക്കും? അങ്ങനെ മാനുഷിക മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ അടിച്ചു കൊല്ലുന്നു, പിന്നീട് കാര്യങ്ങളിൽ ഇടപെടാൻ ചെല്ലുന്നു. അങ്ങനെ മാനുഷികമായ തൻ്റെ ബലം ഉപയോഗിക്കുവാനായി മോശ ശ്രമിച്ചു. ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള പദ്ധതി നിറവേറ്റിക്കുവാൻ മാനുഷികമായി മോശ പരിശ്രമിക്കണമെന്ന് മോശയുടെ ഉള്ളിൽ ആരോ പറഞ്ഞത് കേട്ട് മോശ അത് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ തന്നെ ആ പറഞ്ഞവൻ അടുത്ത് അവൻ്റെ കെണി ഒരുക്കുകയാണ്. ഇതാ ഇസ്രായേൽ മക്കളിലൂടെ മോശയോട് ചോദ്യം ചെയ്യുകയാണ്, അടുത്ത കഴുതയുടെ ശബ്ദം, നീ ആരാണ് ഇവിടെ ഇടപെടാൻ? നീ ഞങ്ങളുടെ നേതാവായി നിന്നെ ആരാണ് നിയമിച്ചത്? ഇതാ അമറുന്ന കഴുതകളുടെ ശബ്ദങ്ങൾക്ക് ഒരു വലിയ ഉത്തരം കൊടുക്കാൻ ശ്രമിച്ച മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചത്, ദൈവത്തിൻ്റെതല്ലാത്ത ശബ്ദം കേൾക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ശ്രമിച്ച മോശയ്ക്ക് ലഭിച്ചത് ഇച്ഛാഭംഗമാണ്. അവൻ ഒളിച്ചോടുകയാണ്. എന്നാൽ പിന്നീട് അവൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ തുടങ്ങിയതിന് ശേഷം, അവനത് അഭ്യസിച്ചതിന് ശേഷം, ദൈവത്തിൻ്റെ സ്വരത്തെ അവൻ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളുടെ കുത്തൊഴുക്കുണ്ടാകുന്നുണ്ട്. പലതവണ അവൻ ഫറവോയുടെ മുമ്പിൽ പരാജയപ്പെടുന്നുണ്ട്. ഫറവോ അവനെ തോൽപ്പിച്ചോടിക്കുന്നുണ്ട്. അഥവാ ഫറവോ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുന്നുണ്ട്. ദൈവം പരാജയപ്പെട്ടതുപോലെ അവന് തോന്നുന്നുണ്ട്. എന്നാലും മോശ അവിടെ അടിപതറുന്നില്ല. നമ്മൾ കാണുകയാണ്, വീണ്ടും മോശ ഇസ്രായേലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇസ്രായേലിൽ അനേകർ മോശയോട് വ്യത്യസ്തമായ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഓരോ സംഭവങ്ങളുണ്ടാകുമ്പോഴും ജനക്കൂട്ടം മോശയോട് പിറുപിറുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ശബ്ദത്തിനൊത്ത് ചിന്തിക്കുവാൻ മോശ തയ്യാറാവുന്നില്ല. ദൈവം പറഞ്ഞത് ദൈവം നടപ്പിലാക്കുമെന്ന പൂർണ്ണമായ ഒരു പാഠത്തിലേക്ക് മോശ കടന്നു വരുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജീവിതത്തിലാണ് ഏറ്റവും വലിയ ഒരു സംഭവം നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ ജീവിതത്തിൽ, സാക്ഷാൽ വചനമായവൻ്റെ ജീവിതത്തിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അച്ചിട്ടായി നടക്കുമെന്നറിയാവുന്ന ക്രിസ്തുവിൻ്റെ അടുക്കൽ പിശാച് ചെന്നിട്ട് ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ വളച്ചൊടിക്കലിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. കല്ലുകളെ അപ്പമാക്കുവാനും ദേവാലയത്തിൽ നിന്ന് ചാടുവാനുമൊക്കെ യേശുവിനോട് പോലും പറയുന്ന പിശാചിനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിശാച് എത്രയോ തവണ ഒരു കഴുതയെപ്പോലെ അമറുന്നുണ്ടാകണം. നമ്മളെ ദൈവത്തിൻ്റെ വാക്കുകളെ അവിശ്വസിച്ചുകൊണ്ട് അവനെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഏത് ശബ്ദമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, തഴഞ്ഞു കളയേണ്ടത് എന്നത് വ്യക്തമായി നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, സ്വീകരിക്കേണ്ടതിനെയും തഴയേണ്ടതിനെയും വ്യക്തമായി വേർതിരിച്ച് കാണിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരം അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 3 പ്രധാനപ്പെട്ട പിശാചിൻ്റെ ആ ഒരു അമറൽ, അഥവാ പിശാച് വ്യത്യസ്തമായി യേശുവിനോട് സംസാരിച്ച 3 കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കാം. യേശുവിനോട് കർത്താവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പിശാച് പറയുന്ന ഒന്നാമത്തെ കാര്യം, ആ വചനം അയച്ച് കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കല്ല് എന്ന് പറയുന്നത് അപ്പമാകാൻ സാധ്യതയുള്ള എന്തും എന്നാണ്. ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ
നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഭൗതികമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ സാധ്യതയുള്ള ഏതു കാര്യത്തെയും ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ നമ്മളിലേക്ക് കൊണ്ടുവരുവാനുള്ളൊരു പ്രചോദനം എപ്പോഴും നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. ദൈവം ആഗ്രഹിക്കാത്ത സമയത്ത്, ദൈവം ആഗ്രഹിക്കാത്ത അളവിൽ, ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ നമ്മളുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ നേടുവാനുള്ള വലിയ പ്രലോഭനം യേശുവിനുണ്ടായെങ്കിൽ നമുക്കുണ്ടാകും. ഈ ശബ്ദം എപ്പോഴും നമ്മൾ തിരിച്ചറിയണം. ഈ ശബ്ദം നമ്മൾ തിരിച്ചറിയുന്നില്ല എങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടം സംഭവിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:18 പൗലോസ് പറയാണ്, എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണുനീരോടെ ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, യേശുവിനെ പ്രകോപിപ്പിച്ച പിശാചിൻ്റെ പ്രവൃത്തി പിന്നീട് ശിഷ്യന്മാരുടെ ഇടയിലും അവൻ ചെയ്യുന്നത് പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത് നമ്മളോട്, ലജ്ജാകരമായതിൽ അഭിമാനം കൊള്ളുവാനും ഭൗമികമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുവാനും നമുക്കെപ്പോഴും ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നുവെങ്കിൽ, അഥവാ അതാണ് നമ്മുടെ ജീവിത ശൈലിയെങ്കിൽ അറിഞ്ഞുകൊള്ളണം, നാശമാണ് നമ്മുടെ അവസാനം. ഈ ലോകത്തിലെ ഭൗമിക നേട്ടങ്ങൾ, ദൈവികമായ ഭൗതിക അനുഗ്രഹങ്ങൾ ദൈവം അനുവദിക്കുന്നതായതൊന്നും നേടരുതെന്നല്ല. എന്നാൽ നമ്മൾ എന്തിലാണ് അഭിമാനം കൊള്ളുന്നത്, എന്തിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് ഈ സമയം നമ്മൾ വിചിന്തനം ചെയ്യണം. കാരണം ഈ ലോകത്തിന് ദൈവത്തെ അറിഞ്ഞുകൂടാത്തത് കൊണ്ട്, വചനം വ്യക്തമായി പറയുന്നുണ്ടല്ലോ, ലോകം നമ്മളെ അറിയാത്തതിൻ്റെ കാരണം ലോകത്തിന് അവനെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ലോകം അവനെ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ജീവിതശൈലികളും ലോകം നമുക്ക് പറഞ്ഞു തരുന്നതായിട്ടുള്ള ജീവിതത്തിൻ്റെ രീതികളും എല്ലാം ഒരിക്കലും യേശുവിൻ്റെതാകണമെന്നൊരു നിർബന്ധവുമില്ല. വിവേകത്തോടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ രൂപപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ പിശാചിൻ്റെ സ്വരം ശ്രവിക്കുന്നവരായി മാറും. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കരുതെന്നോ ഭൗമികമായ കാര്യങ്ങൾ നേടരുതെന്നോ ഒന്നും ദൈവം നമ്മളോട് പറയാറില്ല. പക്ഷേ ഇവിടെ പൗലോസ്ലീഹ പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഭൗമികമായത് മാത്രം ചിന്തിക്കുന്നവരാണ്. അവരുടെ ഉദരം, അവരുടെ ശരീരം, അവരുടെ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മൾ ഭൗമികമായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചവരാണെങ്കിൽ, എങ്ങനെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ വീട് വയ്ക്കാം, എങ്ങനെ കുടുംബത്തിലെ ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കാം, ഇത് മാത്രമാണ്, ഈ ഭൂമിയിലെ കാര്യം മാത്രമാണ് നമ്മൾ ചിന്തിച്ചതെങ്കിൽ നാശമാണ് നമ്മുടെ അവസാനം. അതിനെക്കുറിച്ച് ചിന്തിക്കരുതെന്നല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ദൈവികമായ ഒരു രീതിയുണ്ട്. ആ രീതിയിലല്ലാതെ ചിന്തിക്കുമ്പോഴാണ്, യേശു അപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യേശു തന്നെ ഈ ലോകത്തിന് സ്വയം അപ്പമായി തീർന്നിട്ടുണ്ട്. ഇന്നും നമ്മൾ ആ അപ്പം ഭക്ഷിക്കുന്നുണ്ട്. യേശു നമ്മുടെ സ്വർഗീയ മന്നയാണ്. ഈ മനുഷ്യർക്ക് അപ്പമായി തീരുവാനുള്ള, മനുഷ്യർക്ക് അപ്പം നൽകുവാനുള്ള, അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇരിക്കുന്നവനോട് തന്നെയാണ് പിശാച് ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ അത് പ്രവർത്തിക്കുവാൻ പറയുന്നത്. നമ്മളുടെ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കണമെന്നതും ഭൗമികമായ കാര്യങ്ങളിൽ മനോഹരമായ രീതിയിൽ നമ്മൾ കർത്തവ്യങ്ങൾ നിർവഹിക്കണമെന്നതും ദൈവഹിതം തന്നെയാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കാത്ത സമയത്ത്, ആഗ്രഹിക്കാത്ത രീതിയിൽ അത് ചെയ്യുവാൻ പറയുന്നു എന്നതാണ് പിശാചിൻ്റെ സ്വരം. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലെ ആത്മീയത ഏത് നിലയിൽ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ദിവസവും വിചിന്തനം ചെയ്യുവാൻ തയ്യാറാകാതെ, എല്ലാ ദിവസവും കൃത്യമായി നമ്മളുടെ ഫൈനാൻസുകളുടെ കണക്കുകൾ എഴുതുകയും കൂട്ടുകയും ചെയ്തിട്ട് ആ വ്യക്തി എങ്ങനെയാണ് ഒരു സ്വർഗീയ ജീവിതം നയിക്കുന്ന വ്യക്തിയായി, ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തിയായി തീരുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുക. കൃത്യമായ കണക്കുകൂട്ടലുകൾ ഭൗമിക കാര്യങ്ങളിലുണ്ട്.
ലോണിൻ്റെ കാര്യങ്ങൾ, വീടിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം ചെയ്യേണ്ടതാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളുടെ സകല പ്രവൃത്തികളും പ്രാർത്ഥനയുടെ നിറവിലും ദൈവഹിതപ്രകാരവും നമ്മൾ ചെയ്യണമെന്നാണ്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലും ദൈവം ആഗ്രഹിക്കുന്ന സമയത്തും നമ്മൾ ചെയ്യണമെന്നതാണ്. അതുകൊണ്ട് ഒരു ആത്മീയ ചൈതന്യം നമ്മൾ സ്വീകരിക്കേണ്ടത് ഇങ്ങനെയാണ്. എനിക്കൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഇന്ന് അമേരിക്കയിലെ ഒരു വലിയ കമ്പനിയിൽ സീനിയർ ഡയറക്ടറാണ്. 4 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം ദുബായിലെ ഒരു കമ്പനിയിൽ ഒരു സാധാരണ ഒരു മാനേജറാണ്. നല്ല പദവിയാണ്. പക്ഷേ അദ്ദേഹം അവിടെയുള്ള മറ്റ് അനേകം ജോലിക്കാരെ പോലെയാണ്. എന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു വലിയ കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിന് ഒരു ദിവസം അമേരിക്കയിൽ നിന്ന് ഈ കമ്പനിയുടെ തന്നെ സ്വന്തം കമ്പനിയുടെ തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് വിളി വരികയാണ്. അവിടുത്തെ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുള്ളൊരു വിളി. എന്നാൽ ഈ വിളി വരുമ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കിയ ഒരു ദൈവിക രഹസ്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും എനിക്കുമൊക്കെ മാതൃകയായ ഒരു നല്ല പ്രവൃത്തി. ആരാണ് പെട്ടെന്ന് അമേരിക്കയിൽ നിന്ന് ഉന്നതമായ ഒരു പ്രൊമോഷനോടുകൂടി കമ്പനിയിൽ നിന്ന് ആൾ വിളിക്കുമ്പോൾ എനിക്ക് അല്പസമയം ചിന്തിക്കാൻ തരണമെന്ന് പറയുക? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പ്രൈസിലോട് ഹല്ലേലൂയ പറഞ്ഞ് വേണമെങ്കിൽ സാക്ഷ്യവും പറഞ്ഞ് നടക്കും അയാൾ. എന്നാൽ ഈ മനുഷ്യൻ മറ്റാരോടും പറയുന്നതിന് മുമ്പ് ചെയ്ത ഒരു പ്രവൃത്തി ഇതാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചിന്തിക്കാൻ സമയം തരണം. അദ്ദേഹം പോയി പ്രാർത്ഥിച്ചു. അദ്ദേഹം പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, വചനം വായിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന മനുഷ്യരോട്, വളരെ അടുത്ത ആത്മീയ സുഹൃത്തുക്കളോട് പ്രാർത്ഥിക്കുവാനായി സഹായം അപേക്ഷിച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ, തനിക്ക് ദുബായിൽ നിന്ന് അമേരിക്കയിലേക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്ഥാനക്കയറ്റം സ്വീകരിക്കണോ വേണ്ടയോ എന്ന് വ്യക്തമായി അത് ദൈവഹിതമാണോ അല്ലയോ എന്ന് എനിക്ക് തിരിച്ചറിയണം. അതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പ്രിയമുള്ളവരെ, അവിടെ ചെന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുപോയ പദവിയിൽ നിന്നും അതിൻ്റെ ഏറ്റവും മുകളിലുള്ള മറ്റൊരു പദവിയിലേക്ക്, അത് സീനിയർ ഡയറക്ടർ പോസ്റ്റിലേക്ക് കമ്പനിയുടെ, ഇനി ആ പൊസിഷന് മുകളിൽ ഒരു പൊസിഷൻ കൂടി ഉള്ള പൊസിഷനാണ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. പക്ഷേ അത്രയും ഉയർന്നൊരു പൊസിഷനാണ്. ഈ ഒരു പൊസിഷനിലേക്ക് അദ്ദേഹത്തെ വീണ്ടും ഉയർത്തുകയാണ്. എന്നാൽ അതിനും കമ്പനി അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്കൊന്ന് ചിന്തിക്കാൻ സമയം തരണം. എന്തിനാണ് ചിന്തിക്കാൻ സമയം? പ്രാർത്ഥിക്കണം. എന്തിനാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? ദൈവഹിതപ്രകാരമാണ് ഈ പ്രൊമോഷൻ തനിക്ക് വന്നിരിക്കുന്നതെന്ന് അറിയണം. അത്രയേ ഉള്ളൂ. അത് അമേരിക്കയല്ല, ഏതാണ്, എത്ര വലിയ പൊസിഷനാണെന്ന് പറഞ്ഞാലും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നതിന് മുൻപ്, ഓരോ പദ്ധതികളും വിഭാവനം ചെയ്യുന്നതിന് മുമ്പ് യേശുവിൻ്റെ അടുക്കൽ പോയി പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് ഒരു 25-100 ജപമാലയൊക്കെ ചൊല്ലി ആ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ആ കാര്യത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് അനേകം ജപമാലകളൊക്കെ ചൊല്ലി, ദൈവമേ, എൻ്റെ ചിന്തകളെയും എൻ്റെ തീരുമാനത്തെയും നിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞ് ആവശ്യമെങ്കിൽ ഉപവാസമെടുത്ത് ദൈവം നൽകിയ പ്രചോദനമാണ് എന്നുറപ്പ് വരുത്തിയിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ജീവിതശൈലി നമ്മൾ സ്വീകരിച്ചാൽ പലപ്പോഴും പിശാചിൻ്റെ ഈ ശബ്ദം, കഴുതയുടെ അമറൽ കേൾക്കാതെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, വീണ്ടും യേശുവിൻ്റെ അടുക്കൽ പിശാച് കൊടുത്തൊരു പ്രലോഭനം എന്താണ്? സ്വന്തം കഴിവ് മനുഷ്യരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നതാണ് ദൈവഹിതം എന്ന് വിശ്വസിക്കാനായിട്ട് ഈശോട് പറയുകയാണ്, ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുക. ഇന്ന് നമ്മുടെ എല്ലാ ലൈഫിൻ്റെ ഓറിയൻറ്റേഷൻ പിശാച് മാറ്റാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവൻ ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്നതിൻ്റെ അടയാളമെന്നാണ് ഈ ലോകം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് വലിയ വീട് വയ്ക്കുന്നത്, വലിയ സമ്പാദ്യം കാണിക്കുന്നത്, വലിയ നിലകളിലെത്തുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കാലിത്തൊഴുത്തിൽ പ്രസവിക്കേണ്ടി വന്ന പരിശുദ്ധ അമ്മയ്ക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലല്ലോ. ദൈവകൃപ നിറഞ്ഞവളെന്ന് അവളെക്കുറിച്ച് അമ്മയെക്കുറിച്ച് ബൈബിൾ പറയുകയും അതേസമയം കാലിത്തൊഴുത്തിൽ പ്രസവിക്കുവാനായി ദൈവം വിളിക്കുകയും ചെയ്യുമ്പോൾ ദൈവകൃപ നിറഞ്ഞതിൻ്റെ അടയാളമല്ല എവിടെ കുഞ്ഞിനെ പ്രസവിപ്പിക്കുന്നു, എവിടെ കുഞ്ഞിനെ വളർത്തുന്നു, ഏത് രീതിയിലുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്നു എന്നത്, എത്രമാത്രം വിശുദ്ധി നമ്മളിൽ വിളങ്ങി നിൽക്കുന്നു എന്നതാണ്
നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായി ജീവിക്കുന്നു എന്നതിൻ്റെ അടയാളം. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ കാണുന്നത് ഒരല്പ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്പസമയത്തെ നേട്ടത്തിന് വേണ്ടിയിട്ട്, ഒരുപക്ഷെ ദൈവികമായൊരു കാര്യം, ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോലും പിശാചിൻ്റെ ഒരു മാർഗം സ്വീകരിക്കാനായിട്ട് പിശാച് പ്രേരിപ്പിക്കും. അതാണല്ലോ ഈശോയോട് പറഞ്ഞത്, നീ എന്നെ ഒന്ന് കുമ്പിട്ടാൽ മതി, ഞാനിതെല്ലാം നിനക്ക് തരാം. നിന്റെ പദ്ധതിയൊക്കെ നടക്കും, ഞാനിതെല്ലാം വിട്ടു തന്നേക്കാം, നീ എന്നെ ഒന്ന് കുമ്പിട്ടാൽ മതി. ഈ നിരന്തരമായ പ്രലോഭനം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തുകൊണ്ട് ദൈവിക പദ്ധതികൾ നടപ്പിലാക്കുവാനായിട്ട് നമുക്കൊരു പ്രചോദനം പിശാച് തരും. അത് പല രീതിയിലാണല്ലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരുപക്ഷെ കൈക്കൂലിയിലൂടെ, ഒരു കള്ളത്തരത്തിലൂടെ, ഏതെങ്കിലും തരത്തിലുള്ള തിന്മ പ്രവർത്തിച്ചുകൊണ്ട് ഒരു വലിയ നന്മയുണ്ടാക്കാൻ സാധിക്കും എന്ന് പിശാച് പറയുന്നത് വിശ്വസിക്കുന്ന അനേകരുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ പിശാചിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ജീവിതം പടുത്തുയർത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അവിടുത്തെ പദ്ധതികൾ നിറവേറ്റാൻ സാധിക്കാതെ പോകുന്നത്. അതുകൊണ്ട് അറിയണമേ, ചെറിയ ജീവിതമാണെന്ന് വിചാരിക്കരുത്, ഞാൻ അപ്രസക്തനാണെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മളുടെ എല്ലാവരുടെയും ജീവിതം ദൈവത്തിന് വിലപ്പെട്ടതാണ്, അമൂല്യമാണ്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഓരോ ഡിസിഷനും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കണമെന്ന് ദൈവം കരുതുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം വിശ്വസിക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള വിജയമാണ് യഥാർത്ഥ വിജയം. ലോകം പലതും പറയും കർത്താവിനെ അനുധാവനം ചെയ്യുമ്പോൾ. അതെ, ഒരു അന്ധയാചകൻ വിളിച്ചു പറഞ്ഞു, കർത്താവെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ആളുകൾ പറഞ്ഞു അവൻ വരില്ല, നീ അവിടെ ഇരിക്കുക, ഇത്ര ആൾക്കാരുണ്ട്. പക്ഷെ അവൻ അത് കേട്ടില്ല. അതെ, യേശു ഒരു മരിച്ച പെൺകുട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനായി ചെല്ലുമ്പോൾ ആളുകൾ പറഞ്ഞു അവൾ മരിച്ചു, ഇനി പോയിട്ട് കാര്യമില്ല. യേശു പറഞ്ഞു അങ്ങനെയല്ല, അവൾ ഉറങ്ങുകയാണ്. മനുഷ്യർ പറയുന്നതല്ല യേശു പറഞ്ഞത്. നിങ്ങൾ കാണണം, നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് മനുഷ്യർ പറയുന്നതല്ല യേശു പറയുന്നത്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് മനുഷ്യർ പറഞ്ഞത് യുവജനങ്ങളെ ചീത്തയാക്കുന്ന, ചെറുപ്പക്കാരെ ചീത്തയാക്കുന്ന ഒരു വ്യക്തി എന്നായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അധ്യാപകർ ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങളെ ചീത്തയാക്കും ഇവനും എൻ്റെ കൂടെ കൂടരുത്. എന്നാൽ ദൈവം എന്നെക്കുറിച്ച് പറഞ്ഞത് അതായിരുന്നില്ല. യുവജനങ്ങളെ കർത്താവിലേക്ക് നയിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഒരു മിഷണറിയാണ് ഇവനെന്ന് ദൈവം പറഞ്ഞു. മനുഷ്യർ പറഞ്ഞതല്ല ദൈവം പറഞ്ഞത്. മനുഷ്യർ പറഞ്ഞത് കേട്ടത് ഏറ്റുപാടിയവർ അവർ പറഞ്ഞത് പറഞ്ഞു. എന്നാൽ അത് വിശ്വസിക്കാതിരിക്കുവാൻ ദൈവം എനിക്ക് ഇടവരുത്തി. ദൈവം പറയുന്നത് കേൾക്കാനൊരു അവസരം എനിക്ക് തന്നു. നിങ്ങളെക്കുറിച്ച് ലോകം പറയുന്നതല്ല സഹോദരങ്ങളെ, ദൈവം പറയുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനം പലതും ലോകം പറയുന്നതനുസരിച്ചാണ് എടുക്കുന്നെങ്കിൽ ഒരു നിമിഷം ഒന്ന് നിൽക്കണം, പ്രാർത്ഥിക്കണം. ദൈവം അതാണോ പറയുന്നതെന്ന് നോക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോകത്തിൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ അങ്ങയുടെ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി പിശാച് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയുകയാണ്. കർത്താവെ, ഈ ലോകത്തിൽ പിശാച് ഞങ്ങളെ വഴിതിരിച്ചു വിടുവാൻ ശ്രമിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെക്കുറിച്ച് കരുതുന്ന പദ്ധതി എന്താണെന്ന് നോക്കി കർത്താവെ, അങ്ങയുടെ പദ്ധതി പ്രകാരമല്ലാതെ ഒന്നും നേടാതിരിക്കുവാനും അങ്ങയുടെ പ്രവർത്തികൾ, അങ്ങയുടെ ദൗത്യങ്ങൾ സ്വീകരിക്കുന്നതല്ലാതെ മനുഷ്യരുടെ മുമ്പിൽ ഷൈൻ ചെയ്യുവാൻ വേണ്ടിയോ ആളാകുവാൻ വേണ്ടിയോ ഒന്നും ചെയ്യാതിരിക്കുവാനും, അഥവാ മാനുഷികമായ ഉയർച്ചകളാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും ജീവിക്കാതിരിക്കുവാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ചെറിയൊരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും, നന്മയ്ക്ക് വേണ്ടി പോലും പിശാചിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. അങ്ങനെ ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ വാക്ക് കേട്ട് ജീവിക്കുന്നവരാക്കി മാത്രം മാറ്റണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.